ഈ കൊച്ചു കേരളത്തിൽ ആത്മഹത്യ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പത്രമാധ്യമങ്ങളിലും ഇന്നലെ ആണെങ്കിലും ഒക്കെ കാണുന്നത് യൗവനക്കാരായ ആൾക്കാർ ജീവിതം അവസാനിപ്പിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ലക്ഷ്യമില്ലാതെ മുന്നോട്ട് പോകുന്ന ജീവിതങ്ങൾ, ഒരു എയിമില്ല, ലക്ഷ്യമില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ അത് താങ്ങാൻ കഴിവില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ജീവിതം അവസാനിപ്പിക്കുന്നത് നമ്മൾ വാർത്താമാധ്യമം കൂടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ജീവിതം വിലപ്പെട്ടതാണ്. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ ദാനമാണ്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതാണ്. ഈ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പരിഹരിക്കാൻ വയ്യാത്ത വിഷയങ്ങളൊക്കെ വരും. പക്ഷെ ഇതൊക്കെ നമ്മൾ പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ പരിഹരിക്കണം. നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കണം. സ്തോത്രം. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്, ഒരു മനുഷ്യന് കടഭാരം ഉണ്ടായാൽ അവൻ എന്ത് ചെയ്യും? ഒരു മനുഷ്യന് മാരകമായ രോഗം വന്നു, അവൻ എന്തിനു പിന്നെ ജീവിക്കണം? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ, കുത്തുവാക്കുകൾ കേട്ട് എന്തിനു പിന്നെ അവൻ ഈ ജീവിതം പാഴാക്കണം എന്നൊക്കെയാണ് ലോകം നമ്മളോട് ചോദിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ആരെല്ലാം എന്തെല്ലാം നമ്മളോട് ചോദിച്ചാലും ഈ ലോകത്തിൽ ദൈവം നൽകി തന്നതാണ് ഈ ജീവിതം. ഇതിൻ്റെ ഉടമസ്ഥൻ സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവൻ എടുക്കാൻ അധികാരമുള്ളൂ. ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവന്മേൽ അധികാരമുള്ളൂ. അങ്ങനാണെങ്കിൽ നമുക്ക് സ്വയമേ നമ്മുടെ ജീവൻ എടുക്കാൻ അവകാശമില്ല. പ്രശ്നങ്ങളൊക്കെ എല്ലാവരിലും ഉണ്ട്. അതിനെ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കണം. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് പറ്റുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ കയറെടുക്കരുത്, വിഷം മേടിക്കരുത്, അടച്ചിട്ട മുറിക്കകത്ത് ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് മുട്ടുമടക്കിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്കങ്ങനെ അറിയത്തില്ല. ഇങ്ങനെ ആൾക്കാരൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തോട് അവിടുന്ന് കരുണ തോന്നണമേ, എന്നെ ഒന്ന് രക്ഷിക്കണമേ, ഞാൻ തകർന്നിരിക്കുകയാണ്, ഞാൻ മുട്ടാവുന്ന വാതിലൊക്കെ മുട്ടി, ഞാൻ പോകാവുന്ന സ്ഥലങ്ങളെല്ലാം പോയി, പക്ഷെ എൻ്റെ ജീവിതം നിരാശയിലാണ്, എനിക്ക് ഒരു ദിവസം പോലും ഇനി ജീവിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നെങ്കിൽ അത് ദൈവത്തോട് പറ. സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി ആ മുറിക്കകത്ത് ഇറങ്ങി വരും. പ്രിയ സുഹൃത്തുക്കളെ, അവസാനം മരണമാണെന്ന് ചിന്തിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം മരണമല്ല, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് മനുഷ്യന്. അതാണ് നമ്മുടെ സന്തോഷം, പ്രത്യാശ എന്ന് പറയുന്നത്. അത് കണ്ടെത്താത്തത് കൊണ്ടാണ് പലപ്പോഴും നിരാശ കൊണ്ട് മനുഷ്യൻ നിറഞ്ഞിട്ട്, അയ്യോ ഇതോടുകൂടി എല്ലാം അവസാനിച്ചല്ലോ, ഈ ലോകത്തിൽ എൻ്റെ ജീവിതം മുഴുവൻ കഷ്ടതയായിരുന്നല്ലോ, പട്ടിണിയായിരുന്നല്ലോ, നാശം പിടിച്ച ജീവിതമായിരുന്നല്ലോ, ശാപം പിടിച്ച ജീവിതമായിരുന്നല്ലോ, ഇനി എന്തിന് ജീവിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത്. ഇതിനപ്പുറത്തൊരു ജീവിതം നിങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്. അത് ബൈബിളാണ് കാണിച്ചു തരുന്നത്. വിശുദ്ധ ബൈബിൾ കാണിച്ചു തരുന്നു യേശു ക്രിസ്തുവിൽ കൂടെയുള്ള നിത്യജീവിതം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടെ നിത്യരക്ഷ. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യൗവനക്കാര, പ്രിയ യൗവനക്കാരിയെ, നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണം, വിലയുള്ളതാണ്. ആത്മഹത്യ ചെയ്യരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര വില പ്രശ്നമായിക്കോട്ടെ, എത്ര പ്രതിസന്ധി ആയിക്കോട്ടെ, ഒരു വാക്ക്, മുടക്കൊന്നുമില്ലല്ലോ, 1 രൂപ പോലും നിങ്ങൾ മുടക്കണ്ട, 5 പൈസ ഞങ്ങൾക്ക് തരണ്ട, ഒന്ന് മുട്ടുമടക്കാവോ? പ്രാർത്ഥിക്കാമോ? യേശുവേ, ഞാൻ തകർന്നിരിക്കുകയാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, എന്നെ രക്ഷിക്കണമേ എന്ന് ഒരു വാക്ക് നിങ്ങൾ പറയാമോ? അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കും. അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കും. എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പോട് പറയുന്നറിയാമോ? അതേപോലെ കടന്നുപോയൊരു മനുഷ്യനാണ് ഞാൻ. ഒരു ബിസിനസ്സുകാരനായി എല്ലാം വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു, ദൈവമില്ലാത്തവനായി ജീവിച്ചു. പക്ഷേ എല്ലാം തകർന്ന് തരിപ്പണമായി. ഇനി മുന്നോട്ട് ജീവിക്കാൻ കഴിയത്തില്ല എന്ന് തീരുമാനിച്ചൊരു സമയം എൻ്റെ ജീവിതത്തിൽ വന്നു. ദുബായ് ജയിലിൽ കിടക്കുന്ന സമയം. പ്രിയ സുഹൃത്തുക്കളെ, ആ സമയത്ത് നിരാശ കൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഒരിക്കൽ പോലും വിശ്വസിക്കാത്ത, പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടിട്ട് പോലും ദൈവവുമായിട്ട് വ്യക്തിപരമായി ബന്ധമില്ലാതെ ജീവിച്ച കാലഘട്ടമാണ്. അന്ന് ഞാൻ എൻ്റെ യേശുവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് കരഞ്ഞപ്പോൾ ആ യേശു എന്നെ രക്ഷിച്ചെങ്കിൽ, ആ യേശു എന്നെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പ്രശ്നം എത്ര കഠിനമായിക്കോട്ടെ, യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഈ വചനം കേൾക്കുന്ന അനേകർ നിരാശയിലായിരുന്നു, തകർന്നിരിക്കുകയാണ്, ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. എന്തിനാണ് ഈ ജീവിതം? എൻ്റെ ജീവിതം ഇതോടുകൂടി അവസാനിപ്പിക്കണം, ഇനി ഒരു ദിവസം പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മനസ്സിൽ തീരുമാനിച്ചുറച്ചിരിക്കുന്നു. ദൈവമേ, അവിടുത്തെ അദൃശ്യമായ കരം
അവരെ തൊടണമേ കർത്താവെ. അവർക്ക് സമാധാനം കൽപ്പിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, അവർക്ക് അസഹ്യപ്പെടുത്തുന്ന ആ ദുഷ്ടപിശാചിൻ്റെ ആധിപത്യങ്ങൾ മാറിപ്പോകട്ടെ, നിരാശകൾ മാറിപ്പോകട്ടെ, ഡിപ്രഷൻ സ്റ്റേജ് മാറിപ്പോട്ടെ കർത്താവെ. അവരിൽ ഭയം മാറിപ്പോകട്ടെ, അവരുടെ കടഭാരങ്ങൾ മാറട്ടെ കർത്താവെ. അവരുടെ അദൃശ്യമായ കരം കർത്താവെ, അവിടുത്തെ അദൃശ്യമായ കരം അവരെ തൊടുന്നതിനായി സ്തോത്രം. അവിടുത്തെ സാന്നിധ്യം അവർ അനുഭവിക്കട്ടെ കർത്താവെ. അവിടുത്തെ സ്നേഹം അവർ അനുഭവിക്കട്ടെ കർത്താവെ. അവിടുത്തെ ബലമുള്ള കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ.